എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ്, അതാണ് കോവിഡ് എന്ന് പേരിട്ട് പിന്നീട് നമ്മൾ വിളിക്കാൻ തുടങ്ങിയത്. COVID-19 എന്നാണ് നമ്മൾ ഇപ്പോൾ ആ അസുഖത്തിന് വിളിക്കുന്നത്. ഇത് ഇന്ന് ലോകത്താകമാനം തന്നെ ഒട്ടനവധി രാജ്യങ്ങളെ ബാധിച്ചു കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളും ജാഗ്രതയിലാണ്. രാജ്യങ്ങളിലെ പരസ്പര സമ്പർക്കം പോലും ഇല്ലാത്തൊരവസ്ഥ, വരാനും പോകാനും കഴിയാത്ത രീതിയിൽ പല രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി, വിസ വിലക്കേർപ്പെടുത്തി. അങ്ങനെ വലിയ രീതിയിൽ ഇന്ന് ഭയാനകമായ രീതിയിൽ രാജ്യത്തുടനീളം നമ്മൾ ഇന്ത്യയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളം അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ത്യയിലും അനുഭവിക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും ഇതിന് നമുക്ക് ആശങ്കയല്ല വേണ്ടത്, ജാഗ്രതയാണ് എന്നൊരു സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ ജനങ്ങൾക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും അതൊന്നുമല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വളരെ ജനങ്ങളെ ആശങ്കാകുലരാക്കുന്ന രീതിയിൽ മെസ്സേജുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി കഴിഞ്ഞ ദിവസം വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകൾ അറസ്റ്റ് ചെയ്യുകയും സ്വന്തം ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം വയനാട് ജില്ലയടക്കം അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഇന്ന് ഒരു തത്സമയ പരിപാടിയായി അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിവാരണം, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തത്സമയം വിളിക്കാം. അതിനുള്ള നമ്പർ നമ്മുടെ മോണിറ്ററിൽ പോകുന്നുണ്ടാവും, TV മോണിറ്ററിൽ. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ദൂരീകരണം വരുത്താനും അതുപോലെ കൊറോണയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമ്മളിലേക്ക് പകരാനും നമ്മുടെ ഭയാശങ്കകളൊക്കെ നീക്കാനും വേണ്ടി നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരോഗ്യ കേരളം ബഹുമാന്യനായ ഡോക്ടർ ശ്രീ അഭിലാഷ്. അദ്ദേഹത്തെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു ഡോക്ടർ. നമ്മൾ ഇപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഇൻട്രോ ജനങ്ങൾക്ക് കൊടുത്തതുപോലെ തന്നെ കൊറോണ വൈറസ്, സത്യത്തിൽ COVID-19 എന്ന് പറയുന്നത് കൊറോണ വൈറസ് ഡിസീസ് അങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ തുടങ്ങാം നമുക്ക്. വയനാട്ടിൻ്റെ ഒരു അവസ്ഥ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു കൊറോണ വൈറസ് ബാധിച്ച ഒരാളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ ജില്ലയിൽ ഏകദേശം 31 പേരാണിപ്പം നമ്മുടെ സർവൈലൻസിൽ, ജില്ലയുടെ സർവൈലൻസിലുള്ളത്. അവരിൽ ലക്ഷണമുള്ള ആൾക്കാരെ നമ്മൾ സാമ്പിൾ എടുത്ത് കളക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതുവരെ അയച്ച സാമ്പിൾസ് എല്ലാം നെഗറ്റീവാണ്. നമുക്ക് പ്രതീക്ഷ ഒരു പോസിറ്റീവ് ആവുമെന്ന് പറയുന്ന കേസ് പോലും വയനാട് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ല. ആശങ്കപ്പെടേണ്ട ഒരു പോസിറ്റീവ് ആവും എന്ന രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജില്ലയിൽ ഇപ്പം നിലവിലില്ല. ഈ നമ്മുടെ വയനാട് ജില്ലയിൽ ഏകദേശം എത്ര ആളുകൾ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വയനാട് ജില്ലയിൽ ഇപ്പോൾ ഏകദേശം നമുക്കറിയാം ഒരു 120-130 ആൾക്കാർ പല രീതിയിൽ നമുക്ക് നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെ സർവൈലൻസ് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പം ഈ അറ്റ് പ്രസൻറ്റ് ഇന്നലെ 31 ആൾക്കാരാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ നിരീക്ഷണത്തിലുള്ളത്. 31 ആളുകളാണ്. ഈ കൊറോണ വൈറസ് ഇപ്പം ഇവിടെ നിരീക്ഷണത്തിലുള്ള ആളുകൾ പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള, അത് വയനാട്ടുകാരായിട്ടുള്ള ആളുകളല്ലേ? എന്തൊക്കെ ടെസ്റ്റുകളാണ് ഫസ്റ്റിൽ? നമുക്ക് ഇതിൻ്റെ ഒരു ലക്ഷണം കണ്ടാൽ മനസ്സിലാകാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകൂടി ജനങ്ങളിലേക്ക് വേണ്ടിയിട്ട്. ശരി, കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു RNA വൈറസാണ്. നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 14 ദിവസത്തിനുള്ളിൽ തന്നെ, അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി കഴിഞ്ഞാൽ ഒരു 14 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ തുടങ്ങും. അതായത് ജലദോഷമായിട്ട് തുടങ്ങാം, ചുമയായിട്ട് തുടങ്ങും, തൊണ്ടവേദനയായിട്ട് തുടങ്ങും, ചെറിയ പനി, ബോഡി പെയിൻ, അങ്ങനെ അതിൻ്റെ തുടക്കം വരുന്നത്. ആ തുടക്കം വന്നിട്ട് പിന്നീട് അത് ശ്വാസകോശത്തെ ബാധിക്കുകയും ന്യൂമോണിയ പോലെ വലിയ അസുഖങ്ങൾ ബാധിക്കുകയും മരണത്തിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരെ എത്താം. ആ രീതിയിലേക്ക് നമുക്ക് എത്തുന്നു. ഈ 14 ദിവസത്തിനുള്ളിൽ നമ്മളിപ്പം തുടക്കത്തിൽ ഒരു ചുമയോ മറ്റോ വന്നിട്ട് ഒരു ടെസ്റ്റിന് ഹാജരായി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ആ ടെസ്റ്റ്, നമ്മുടെ വൈറസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും, ഇപ്പം ഈ ഒരു നിപ്പേനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് വൈറസ് ഡിസീസിനെ അപേക്ഷിച്ച് ഈ COVID-19 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷണമില്ലാത്തവരിലും ഇത് പോസിറ്റീവ് ആവും. അതായത് ഈ വൈറസ് ഉള്ള ആൾക്കാർ തന്നെ ലക്ഷണം കാണിക്കണമെന്നില്ല, പക്ഷേ ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആവും. അപ്പം അങ്ങനെ അസിംറ്റമാറ്റിക്, ലക്ഷണമില്ലാത്ത വാഹകരും ഈ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ തൊണ്ടയിലെ ഒരു സ്രവം എടുത്തിട്ടാണ് നമ്മൾ സാധാരണ ടെസ്റ്റിന് അയക്കുന്നത്. NIV പൂനെയിലേക്കും ഇപ്പോൾ ആലപ്പുഴയിലേക്കും അതേപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ. അപ്പോൾ ഇവിടേക്ക് അയക്കുക, റിസൾട്ട് ലഭിക്കും. ഈ പെട്ടെന്ന് അങ്ങനെ ഇല്ലാത്ത ആളുകളിലും പോസിറ്റീവായി കണ്ടു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ അതാണ്. നമുക്കിപ്പം ഇതിൻ്റെ പ്രിവെൻഷനിൽ ഇപ്പം ആരോഗ്യവകുപ്പ് ലോകത്തെല്ലാവരും തന്നെ WHO തന്നെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമുള്ളവരിൽ
നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. പക്ഷേ അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള കാരിയേഴ്സ് ഈ വരെ അസുഖം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നതാണ് ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. വെല്ലുവിളി. ഇപ്പോൾ നമ്മൾ ശരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? അതാണ്, അതിപ്പം ഒരു ജനറൽ ഹൈജീൻ, അതായത് നമ്മളൊരു ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ പ്രിവെൻഷനിലേക്ക് പോകാം. ആരോ ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ സർ, ടി വിയുടെ വോളിയം കുറച്ച് വെക്കണേ. സാർ എവിടുന്നാ വിളിക്കുന്നത്? പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. സാർ പേര് പറയൂ. ബീനാച്ചിയിൽ നിന്ന് കൃഷ്ണകുമാറാണ്. ഓക്കെ, കൃഷ്ണകുമാറാണ്. നമ്മുടെ അഭിലാഷ് ഡോക്ടർ കൂടെ ഉണ്ട്. ചോദിച്ചോളൂ, താങ്കളുടെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? എന്തോ പറഞ്ഞോളൂ. അപ്പോ നമ്മുടെ ഞാൻ അറിഞ്ഞ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടുകാരിങ്ങനെ വെളിരാജ്യത്തേക്ക് പോയി അറിഞ്ഞിരുന്നു. ശരി. അവർ തിരിച്ചു വന്നത് ആരോഗ്യവകുപ്പും അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് കുട്ടി സ്കൂളിൽ പരീക്ഷ എഴുതാൻ പറ്റും. കുട്ടി എത്രല്ല പഠിക്കുന്നത്? കുട്ടി 8-ലോ 9-ലോ പഠിക്കുന്നത്. ആ കുട്ടി അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, വിദേശ രാജ്യത്ത് പോയിട്ടില്ലല്ലോ അല്ലേ? പോയിട്ടില്ല. അവർ ഏത് രാജ്യത്തേക്കാണ് പോയത്? അതറിയില്ല. അതിപ്പോ നമ്മുടെ സ്കൂളിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് വിളിക്കുന്ന ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിച്ചത്. ശരി, ആരോഗ്യത്തോട് വന്നിരുന്നു പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമുക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ കുട്ടി പോയിട്ട് വരികയാണെങ്കിൽ കുട്ടീനെ എക്സാം എഴുതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 28 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടി പോയിട്ട് വരികയാണെങ്കിൽ കുട്ടീനെ 28 ദിവസം നമ്മൾ സർവൈലൻസിൽ വീട്ടിൽ തന്നെ ഐസൊലേഷനിൽ വെക്കണം. ഇനി അതാ കുട്ടികളുടെ ബന്ധുക്കളാണ് പോയിട്ട് വരുന്നതെങ്കിൽ, അച്ഛനമ്മയോ മറ്റ് ബന്ധുക്കളാണ് പോയിട്ട് വരുന്നതെങ്കിൽ കുട്ടി അവരുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ, അവർ സംശയത്തിൻ്റെ നിഴലാണ് അല്ലെങ്കിൽ അവർ അഫക്റ്റഡ് ആയിട്ടുള്ള ഇത് ബാധിച്ച രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്, ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് വീടുകളിൽ ഐസൊലേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആ കുട്ടിയും അവർ ഒപ്പമാണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് 28 ദിവസം കഴിഞ്ഞിട്ടേ പരീക്ഷ എഴുതാനോ പുറത്ത് മറ്റ് പൊതുപരിപാടിക്ക് പങ്കെടുക്കാനോ സാധിക്കൂ. ഇനി അതല്ല, അവർ വന്നിട്ട് അവർ വേറെയും കുട്ടി വേറെ ബന്ധുക്കളുടെ വീട്ടിലുമാണ് താമസമെങ്കിൽ നമ്മളെ നേരത്തെ അറിയിച്ചാൽ അത്രയും നിർദ്ദേശം നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സാധാരണ ഇങ്ങനെ ബന്ധുക്കൾ ആരെങ്കിലും വിദേശത്ത് നിന്ന് വരികയാണെങ്കിൽ അവിടെയുള്ള കുട്ടികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി ബന്ധുക്കളുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് മാറ്റി പാർപ്പിക്കാനാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെട്ട സ്ഥിതിക്ക് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ കൃഷ്ണകുമാർ, താങ്ക് യു. ഇത് ഒരു സംശയം തന്നെയാണ്. കാരണം കുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടി വരാനിരിക്കുന്നു. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിവെൻഷനിലേക്ക് ഒന്നുകൂടി പോവാം. എന്തൊക്കെയാണ് പ്രതിരോധം? പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പം പകരുന്ന മാർഗ്ഗങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഇത് ശരിക്കൊരു ഭീതി ഉണ്ടാക്കുവാണെന്ന് ചോദിച്ചപ്പോൾ ഭീതിപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് അവിശ്വസനീയമായി മാറും. പക്ഷേ അതിഭീതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നല്ല രീതിയിൽ ഇത് പടരുന്നത് എങ്ങനെയാണെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയാണെന്നും കൃത്യമായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് പടരുന്ന മാർഗ്ഗം ഞാൻ പറയാം. ഇത് ശരിക്കും നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഈ ഉമിനീർ കണികളിലൂടെ മറ്റാൾക്കാർക്ക് പകരാം, അവർ ശ്വസിച്ചാൽ പകരാം. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംശയവും കൂടി നമ്മൾ നിർബന്ധമായിട്ടും ദൂരീകരിക്കേണ്ടത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളിൽ വരുന്നത്. നമ്മളൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന സഹയാത്രികൻ, ആ ഒരു ഡിസ്റ്റൻസ് എത്രയുണ്ടാവും ഇത് പകരാനുള്ള? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു അത്തരം ഇപ്പോൾ ഒരു അടുത്തിരിക്കുന്ന ആളുടെ ശ്വാസോച്ഛ്വാസത്തിൽ നമുക്ക് പകരില്ല. അപ്പോൾ അദ്ദേഹം തുമ്മുമ്പം ഒരു മീഡിയം വേണം ഈ വൈറസിന് നമ്മളിലേക്ക് എത്താൻ. അപ്പോൾ ചെറിയ ഉമിനീർ കണികളിലൂടെ നമ്മുടെ ശരീരത്തിൽ വായിലോ മൂക്കിലോ കണ്ണിലോ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വൈറസ് കയറി. അതേപോലെ അദ്ദേഹത്തിൻ്റെ വേർപ്പ്, അദ്ദേഹം പിടിച്ച സ്ഥലത്ത് വേർപ്പുണ്ടാവാം അല്ലേ, അദ്ദേഹത്തിൻ്റെ ഉമിനീര്, അദ്ദേഹത്തിൻ്റെ ഇപ്പം കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര്, ഇതൊക്കെ സ്രവങ്ങളാണ്. ഇത്തരം സ്രവങ്ങൾ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവർ പിടിച്ച കമ്പിയിൽ, അവർ പിടിച്ച മറ്റെന്തെങ്കിലും ഉപയോഗിച്ച ഡ്രസ്സുകളിലൊക്കെ നമ്മളും കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രതലത്തിൽ നിന്നും വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ പറ്റുകയും കയ്യിൽ പറ്റുകയും കയ്യിൽ നിന്ന് മറ്റെന്തെങ്കിലും സാധ്യത ഇവിടെ നമ്മൾ വായിലോ കണ്ണിലോ ഒക്കെ മൂക്കിലോ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ. നമുക്ക് അതിലേക്ക് തന്നെ വരാം, പ്രിവെൻഷനിലേക്ക് വരാം. ഒരു കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഡോക്ടർ അഭിലാഷ്, അദ്ദേഹം കൂടെയുണ്ട്. ചോദിച്ചോളൂ, പേര് പറയൂ. എവിടുന്നാ വിളിക്കുന്നത്? പെണങ്ങോട്. ചോദിച്ചോളൂ സാർ, നമ്മുടെ ഡോക്ടർ കൂടെ ഉണ്ട്, ചോദിച്ചോളൂ. അഫ്സല പറഞ്ഞോളൂ. അല്ല, ഈ വൈറസ് പടരുന്ന വെച്ചാൽ നമ്മൾ ഓരോ ഇടവൈകാറില്ലേ പകരുള്ളൂ? അതെ, നമ്മൾ രോഗിയുമായിട്ട് അടുത്ത് ഇടപഴകുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ രോഗിയുടെ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ പറ്റുകയാണെങ്കിൽ, കടന്നു കൂടുകയാണെങ്കിൽ നമുക്ക് അസുഖം വരാം. അതിന് പല മാർഗങ്ങളുണ്ട്. ആ രോഗി
തുമ്മുവാണെങ്കിലോ ചുമയ്ക്കുവാണെങ്കിലോ അവരുടെ ഉമിനീർ കണുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരാം. അതേപോലെ തന്നെ രോഗിയുടെ സ്രവങ്ങൾ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങൾ പോലെയുള്ള അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാം. അപ്പോൾ രോഗിനെ പരിചരിക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, ആരോഗ്യവകുപ്പ് പറയുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് രോഗിനെ പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയില്ല. ഉണ്ട്. മാസ്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം മാസ്ക് എന്ന് പറയുന്ന ഒരു വലിയ ഷോർട്ടേജിലേക്ക് പോയിരിക്കുകയാണ്. മാസ്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ മാസ്കിന് പകരം മാസ്ക് ഉപയോഗിക്കേണ്ടത് ശരിക്കും ഹോസ്പിറ്റൽ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന ഡോക്ടർമാരും അതേപോലെ തന്നെ സ്റ്റാഫ് നഴ്സ് പോലെയുള്ള ആൾക്കാരും അതേപോലെ തന്നെ ലക്ഷണങ്ങൾ ഉള്ള വീടുകളിൽ ഹോം ഐസൊലേഷനിൽ കുറച്ചു കാലം ലക്ഷണങ്ങൾ വരുന്ന സമയം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ ശുശ്രൂഷിക്കുന്ന സമയത്തൊക്കെയാണ് മാസ്കിൻ്റെ ഉപയോഗം നമ്മളിപ്പോൾ പറയുന്നത്. മാസ്ക് ഉപയോഗിക്കേണ്ട പൊതുജനങ്ങൾ ആരും തന്നെ ഒരു സ്ഥലത്ത് പോകുമ്പോഴോ മറ്റ് ഇടപെടുന്ന സമയത്തൊന്നും മാസ്ക് ഉപയോഗിക്കേണ്ട. അതിന് ടവൽ തന്നെ ധാരാളമാണ്. നമ്മുടെ വീട്ടിൽ നമുക്കൊരു ചെറിയ ടവൽ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഞാൻ ടവൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു ത്രികോണാകൃതിയിൽ മടക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതാണ് ഏറ്റവും നല്ലത്. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ടവലിന്റെ ഉള്ളിൽ ഇപ്പോൾ അഫ്സൽ കേൾക്കാമല്ലോ അല്ലേ, ടവലിന് ഉള്ളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കണം. അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പം ചുമക്കുന്ന അങ്ങനെ നിർബന്ധമില്ല, അതും നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ചുമക്കുന്ന സമയത്ത് ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ മൂക്ക് ചുറ്റുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുഖത്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് തുമ്മാം. നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ഈ കർച്ചീഫിന് ഉള്ളിൽ ടിഷ്യൂ പേപ്പർ വെക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ ആവശ്യം ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഈ നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ബസ് യാത്ര ചെയ്യുമ്പോൾ പൊതുചടങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിലൊരു ക്വാറന്റൈനോ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആ രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഒരു ടവൽ മോർ ദാൻ ഇനഫ് ആണ്. പക്ഷേ ടവലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം തിളച്ച വെള്ളത്തിലിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ അനാവശ്യമായി ഹോസ്പിറ്റൽ രോഗിനെ സന്ദർശിക്കുകയാണെങ്കിൽ ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കുറച്ചും കൂടെ ശക്തമാവും. അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ഓക്കെ അഫ്സൽ, ക്ലിയർ ആയോ? എപ്പിസോഡ് കണ്ടോളൂ. കൂടുതൽ കാര്യങ്ങൾ കുറെ കൂടി അങ്ങനെ വരും. ഒരുപക്ഷെ അഫ്സൽ ചോദിക്കാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പം നമ്മൾ അഫ്സൽ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കഴിഞ്ഞ ദിവസം കർച്ചീഫിനുള്ളിൽ പിന്നീട് ഒരു ടിഷ്യൂ പേപ്പർ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ വേണ്ട, അതൊക്കെ ഫാൾസ് ഇൻഫർമേഷൻ ആണ്. നമ്മൾ സാധാ കർച്ചീഫ് യൂസ് ചെയ്താൽ മതി. പൊതു സ്ഥലത്ത് നമ്മളിപ്പോൾ കർച്ചീഫ് മാത്രം യൂസ് ചെയ്താൽ മതി. ഈ റോങ് ഇൻഫർമേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾ വല്ലാതെ ആശങ്കപ്പെടുന്ന ഒരു അവസരത്തിലേക്കാണ്. വേണ്ടപ്പെട്ട ആളുകളെ കാണുമ്പോൾ അകലം പാലിക്കുക, ഇതൊക്കെ വലിയ രീതിയിലുള്ള റോങ് ഇൻഫർമേഷനായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ 2-3 കാര്യങ്ങൾ കൊണ്ട് തന്നെ പല കാര്യങ്ങളും റോങ് ആയിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ പടർന്ന ഒരു കാര്യം പ്രിവെൻഷനിലേക്ക് വരാം. നമുക്ക് വീടുകളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അതെ, ഇപ്പം നമുക്ക് ഞാനൊരു സർവൈലൻസിനെ കുറിച്ച് പറയാം. ഇപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ച് വയനാട് ജില്ലയിൽ നിന്ന് പുറത്തു പോയി വന്ന എല്ലാവരെയും തന്നെ നമുക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഓരോ ദിവസവും ഇത്ര ആൾക്കാർ, നിങ്ങളുടെ വയനാടുകാരായിട്ടുള്ള ആൾക്കാർ പുറം നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവരുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഇതാ, നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതനുസരിച്ചുള്ള ഏത് വിദേശികളായിക്കോട്ടെ സ്വദേശികളായിക്കോട്ടെ ഇവിടുന്ന് പോയാലും ഇന്ത്യക്ക് പുറത്ത് പോയി തിരിച്ചു വരുന്നവരെ നമുക്കറിയാം. അത് ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ പുറത്തൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ട് ഒരു വിദേശിനെ കണ്ടു കഴിഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ സർവൈലൻസ് സിസ്റ്റത്തിൽപ്പെട്ട് അവർക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ടോ, അവർ എത്ര കാലം മുമ്പാണ് വന്നതെന്നൊക്കെ ചോദിച്ച് വ്യക്തമായതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തെ നമ്മൾ നിങ്ങൾ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയിക്കോളൂ എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വിദേശികളും സ്വദേശികളുമായി ഇന്ത്യക്ക് പുറത്തു വന്ന ആൾക്കാരെല്ലാം തന്നെ നമുക്ക് സർവൈലൻസ് ലഭിക്കുന്നുണ്ട്. അവർ എയർപോർട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അതിനുശേഷം തന്നെ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പ് വരുന്നുണ്ട്. ഇതിന് ശേഷം അതായത് അവർ പരിശോധിക്കും, പ്രാഥമികമായിട്ട് യൂണിവേഴ്സൽ സ്ക്രീനിങ് നടത്തിയതിന് ശേഷം അവരിപ്പം കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവിടുന്ന് ഇപ്പോൾ വയനാടുകാരായ ഒരാളാണെങ്കിൽ അവിടുന്ന് നമ്മൾ ലോക്കലി നമ്മളെ അറിയിക്കും, ഇന്നൊരാൾ വയനാട് ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് ജില്ലാ സർവൈലൻസ് കോൾ സെൻ്റർ ഉണ്ട്. ആ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഇതൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്ത് വൈകുന്നേരം നമ്മുടെ ഈ മെഡിക്കൽ ഓഫീസർ താഴെയുള്ള നമ്മുടെ മെഡിക്കൽ ഓഫീസർ അതേപോലെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന് ഈ മെസ്സേജ് പാസ് ചെയ്യും. അവർ കൃത്യമായിട്ട് ഇവരെ ഫോളോ അപ്പ് നടത്തി ഇവർ വീടുകളിൽ തന്നെയാണോ, വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയുണ്ട്, പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയുണ്ട്, വീട്ടുകാരെന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഈ നിരീക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ അത് ഏതാണ് അതിൻ്റെ ഒരു സിസ്റ്റം? അപ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ആരായാലും ഇപ്പോൾ അഫക്റ്റഡ് കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ ഇറാൻ, ഇറാഖ്, ചൈന, സൗത്ത് കൊറിയ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. സെക്കൻഡറി സ്പ്രെഡ് ഉണ്ടാകുന്ന കുറേ സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരാണ് കൃത്യമായിട്ട് വന്ന എല്ലാവരും തന്നെ
28 ദിവസം ക്വാറന്റൈനിൽ നിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് അവരുടെ വീട്ടിൽ തന്നെയാണ്, അവർ ഹൗസ് ക്വാറന്റൈനാണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് അത്രയും കൂടുതൽ ഒരു ഹോസ്പിറ്റൽ ക്വാറന്റൈൻ നടത്താൻ പറ്റില്ല. കാരണം നമുക്കറിയാം 1400ഓളം ആൾക്കാരാണ് പല രീതിയിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്നത്. അപ്പം ഇത്തരം ആൾക്കാർ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സംശയാസ്പദമായ ആൾക്കാർ 28 ദിവസം മറ്റാരുമായിട്ടും സമ്പർക്കമില്ലാതെ അവർ വീടിൻ്റെ ഉള്ളിൽ റൂമിൽ, ഒരു വായുസഞ്ചാരമുള്ള റൂമിൽ അവിടെ തന്നെ ഇരിക്കണം. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ എത്തിക്കും. ആ എത്തിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കണം. അവർ 1 മീറ്റർ അകലം, ഒരു 3 അടിയെങ്കിലും അകലം പാലിച്ചിരിക്കണം. അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവർ തന്നെ കൃത്യമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യണം. ഇതൊക്കെ ആ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിരിക്കും. അവർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുക. അവിടെ എത്തിയിട്ട് ചേച്ചിമാരും ആശമാരും കൊടുത്തിരിക്കും. ഈ ഒരു വിഷയം മാസ്കിന്റെ ദൗർലഭ്യത വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ആളുകൾ വല്ലാതെ പല മാസ്കും ഇല്ലാത്തതാണ് അവസ്ഥ. പക്ഷേ സത്യത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇൻഫർമേഷൻ, ഞാൻ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ കിട്ടിയ ഏറ്റവും വലിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ കർച്ചീഫ് മതി. ഒരു വീട്ടിൽ 10 കർച്ചീഫെങ്കിലും ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഫ്രീ ആയിട്ട് കിട്ടിയ കർച്ചീഫുകൾ ഉണ്ടാവും, ക്യാഷ് കൊടുത്ത് വാങ്ങിയ കർച്ചീഫുകൾ ഉണ്ടാവും. അത് ത്രികോണാകൃതിയിൽ ഡോക്ടർ പറഞ്ഞ പോലെ മടക്കി യൂസ് ചെയ്താൽ മതി എന്നുള്ളൊരു വലിയൊരു ഇൻഫർമേഷനാണ്. നമ്മുടെ ഇന്നലെ വരെ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകളടക്കം ഒരുപാട് ആളുകൾ ഭയത്തിൻ്റെ വക്കീലാണ്. അപ്പം നമ്മൾ ഭീതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഇത്തരം ഒരു സാഹചര്യമാണ്. മറ്റുള്ളവരിൽ നിന്നും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ വളരെയേറെ കഴിവുള്ളൊരു രോഗാണുമായിട്ടാണ് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാർ അതിലേക്ക് തന്നെ വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ, പേര് പറയൂ. പഞ്ചമി, പറഞ്ഞോളൂ. ഡോക്ടർ അടുത്തുണ്ട്, ചോദിച്ചോളൂ. പഞ്ചമി പറഞ്ഞോളൂ. സാറേ, പിന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഇത് ഭേദമാകും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ശരി, അത് നല്ലൊരു ചോദ്യമാണ്. അപ്പം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അനുസരിച്ചാണ് അതിൻ്റെ ഒരു ടൈം. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചിലർക്ക് നമുക്ക് ഈ സിംറ്റംസ്, വൈറസ് ശരീരത്തിൽ കയറി ന്യൂമോണിയ ഉണ്ടാക്കി ചിലപ്പം ശ്വാസകോശത്തിൻ്റെ സാധാരണ പ്രവർത്തനത്തെയൊക്കെ ബാധിച്ച് നമ്മൾ ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ടി വരും. കൃത്യമായിട്ടുള്ള കുറേ സപ്പോർട്ടീവ് മെഷേഴ്സ് വേണ്ടി വരും. അത് എത്ര കാലം എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ വയസ്സ്, മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളൊരു സാഹചര്യം, എത്ര വൈറസ് ലോഡ് ഉണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും അവരുടെ റിക്കവറി ടൈം ഉണ്ട്. അപ്പം ഇപ്പം നമുക്കറിയാം 85 വയസ്സിന് മുകളിലുള്ള 2 പേര് നമ്മുടെ കേരളത്തിൽ തന്നെ എത്തിയ, ഇറ്റലിയിൽ നിന്ന് കോണ്ടാക്ട് ഉള്ളവർ, പത്തനംതിട്ടയിലുള്ള. അപ്പോൾ അവർ കുറേ ദിവസങ്ങളായി, അവർ 85 വയസ്സിന് മുകളിലാണ്. ഒരു ഹോസ്പിറ്റലിൽ വളരെ തീവ്രമായ പരിചരണത്തിലാണ്. അവരെ ഏത് രീതിയിലും താഴോട്ട് പോവാതെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ മറ്റത് ആദ്യം വന്ന 3 പേരെന്ന് പറഞ്ഞാൽ കുട്ടികളാണ്, ചൈനയിൽ പഠിച്ച MBBS വിദ്യാർത്ഥികളാണ്. അവർക്ക് ഒരു പരിധിവരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് പോകാൻ പറ്റും. ഈ പഞ്ചമി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പഞ്ചമി, അപ്പം നമുക്ക് ഇന്ന് രക്ഷപ്പെടാനുള്ളൊരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും. അവരുടെ പ്രായം, അവരുടെ പ്രതിരോധത്തിനുള്ള കഴിവ്, അവർക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, വെൽക്കം. അത് നല്ലൊരു ചോദ്യമായിരുന്നു. കാരണം ഡോക്ടറുടെ ഇൻഫർമേഷൻ കറക്റ്റാണ്. ഒരാളുടെ പ്രതിരോധ ശേഷിക്ക് അനുസരിച്ചിരിക്കും ഈ രോഗം കിട്ടുന്നതിൽ, അതായത് മറ്റൊരാളിൽ നിന്ന് പടരുന്നതും അതിനനുസരിച്ചിരിക്കും, അതിനെ ബേസ് ചെയ്തിരിക്കുമോ? തീർച്ചയായിട്ടും. ശരീരത്ത് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ അതിനാണ് നമ്മുടെ ശരീരം ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ശരീരമാണെങ്കിൽ കൃത്യമായിട്ടുള്ള പോഷകാഹാരം കഴിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ ഈ വൈറസ് അധികം ശരീരത്തിൽ പടരാൻ സാധ്യത, നമുക്ക് രക്ഷപ്പെടുത്താനുള്ള സാധ്യത കൊടുക്കുക. ഇതിൽ രസകരമായ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചോദിക്കേണ്ടി വരും. അത് ഒരു പരിധിവരെ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ പരസ്പരം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഓരോ സംശയങ്ങളാണ് ഇതൊക്കെ. ആൽക്കഹോൾ ഇതിനെ പ്രതിരോധിക്കും, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം പിടിപെടില്ല, അങ്ങനെ ഒരു സന്ദേശം. അതുപോലെ നമ്മുടെ ലഹരി വസ്തുക്കൾ, മറ്റ് കൊക്കൈൻ അതുപോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാൽ അത് പടരില്ല എന്നുള്ളൊരു വളരെ തെറ്റായ ഒരു സന്ദേശം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൊറോണ വരുമ്പോൾ നമ്മൾ കൊറോണനെയാണ് നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. കൊറോണ വരാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരോഗ്യവകുപ്പും ആരോഗ്യ മേഖലയിലും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് ആൽക്കഹോളും മറ്റ് കൊക്കൈൻ പോലുള്ള ലഹരി വസ്തുക്കൾ യുവാക്കൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഒരു തരത്തിൽ രണ്ടും മനുഷ്യരാശിനെ കാർന്നു തിന്നുന്ന അസുഖങ്ങളാണ്. മറ്റ് അനുകൂലമായിട്ട് രണ്ടും ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. ആൽക്കഹോൾ ശരീരത്തിൽ പൂശി കഴിഞ്ഞാൽ വരില്ല എന്നൊക്കെ അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്.
ആ ശരീരത്തിൽ ഈ ആൽക്കഹോളല്ല മറ്റെന്തെങ്കിലും വൈറസ് ബാധിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുകയാണ്. ആൽക്കഹോൾ വരുമ്പം നമ്മുടെ ശരീരം കുറച്ചും കൂടെ വീക്കാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും പകരുകയാണ്. ആൽക്കഹോളും കൊക്കൈനോ ബ്രൗൺ ഷുഗറോ മയക്കുമരുന്നുകളൊന്നും ഇതിനൊരു പ്രതിവിധിയല്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ വയനാട് വിഷൻ ചാനലിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ പകരുകയാണ്. കാരണം വലിയ രീതിയിൽ തെറ്റായ സന്ദേശങ്ങൾ പകരുന്നതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഒരു കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഡോക്ടർ അഭിലാഷ് സാർ അടുത്തുണ്ട്. ആരാ വിളിക്കുന്നതെന്ന് പറയും. ശ്രീനന്ദ ഒഴക്കോടിയിൽ നിന്ന്. ശ്രീനന്ദ ഒഴക്കോടി. ഓക്കെ ശ്രീനന്ദ, ചോദിച്ചോളൂ. ശ്രീനന്ദ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഈ കൊറോണ വൈറസിന് ചെറുനാരങ്ങ കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത് അത് ശരിയാണോ? ശ്രീനന്ദ, ചെറുനാരങ്ങ, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാലും കഴിച്ചു കഴിഞ്ഞാലും കൊറോണ പ്രതിരോധിക്കാം എന്ന് പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അതൊക്കെ ഫേക്ക് ന്യൂസുകളാണ്. അതൊന്നും തന്നെ ശരിയാണ് അല്ലെങ്കിൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാമെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ഫാൾസ് ആയിട്ടുള്ള പല മെസ്സേജുകളും വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലും വരുന്നത് വലിയ അപകടമാണ് നമുക്കുണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിലെ മെസ്സേജുകളൊന്നും തന്നെ വിശ്വസിക്കാതിരിക്കുക. അതൊന്നും തന്നെ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. കേൾക്കാവോ? അതുപോലെ തന്നെ ചെറുനാരങ്ങ സാറിന്റെ മുന്നിൽ നിന്ന് തന്നെ ഫോണ് വെക്കാൻ തിടുക്കമുണ്ടോ? ഇല്ല. ഓക്കെ, ചെറുനാരങ്ങ ഗ്ലാസ്സിലിട്ടിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞ് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഈ സമയത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് നിപ്പ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹം ഒരു പ്രതിസന്ധിയിലാകുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ മനുഷ്യൻ്റെ ഭീതി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, അത് മറ്റൊരു രീതിയിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരുടെ മാനസികാവസ്ഥ എന്താ നമുക്കിത് മനസ്സിലാകുന്നില്ല. ഈ സമയത്തും അതേ ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ശരി.